നമസ്കാരം ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നതേ നല്ല അടിപൊളി മഴ വെളിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അകത്തിരുന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് കൂടുതൽ ഷോപ്പിംഗ് ചെയ്തു. വേറെ ഒന്നുമല്ല, നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റിൽ നിന്നാണ് ഷോപ്പ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം അത് ഫേമസ് ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷത്തോളമായി കാണണം അത് ഈ ഏരിയയിലൊക്കെ, നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട്. അപ്പം ഞാൻ ഒരുപാട് സാധനങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ജിലുവിന് ചെയർ, ഹൈ ചെയറൊക്കെ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് കൂടി വാങ്ങിച്ചു. അത് യൂസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ പുതിയതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വില അനുസരിച്ച്, നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങൾ വാങ്ങാം, വിൽക്കുകയും ചെയ്യാം. ഞാനും അതിനൊക്കെ 2-3 സാധനങ്ങളൊക്കെ വിറ്റിട്ടുമുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് കൂടുതൽ പർച്ചേസ് നടത്തി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എനിക്ക് കുറച്ച് ചീപ്പ് റേറ്റിൽ കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് കിട്ടി. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും വീട്ടിൻ്റെ അകത്തുണ്ട്. ആൻഡ് സ്പെഷ്യലി ഇത് അണ്ടർ $100 ഈ സാധനം എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. ഒരു $150 അജാസിൻ്റെ നിന്ന് വാങ്ങിച്ചതും പ്ലസ് ഒരു $40 അടിച്ചു മാറ്റിയതും ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ബഡ്ജറ്റ് ഇട്ടിരുന്നത്. പക്ഷേ അതിൽ 100-ന് താഴെയുള്ള സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുക, പിന്നെ എപ്പോഴെങ്കിലും ഐറ്റംസ് വരുന്ന അനുസരിച്ച് വാങ്ങാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തിരുന്നപ്പോഴത് ഈ ഒരു സ്റ്റാച്ചു ആണ് ഞാൻ കണ്ടത്. ഇത് ഞാൻ കാനഡയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 9 കൊല്ലത്തോളം ആകുന്നു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫേസ്ബുക്ക് മാർക്കറ്റിൽ നമുക്ക് പുതിയ സാധനങ്ങളും കിട്ടും, പഴയ സാധനങ്ങളും കിട്ടും, റീഫർബിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും കിട്ടും. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ചത് 3 ഐറ്റംസ് അതേപോലെ തന്നെയാണ്. ഇതൊരു പുതിയതാണ്, ലില്ലി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലില്ലി. എനിക്കൊരു പ്ലാന്റർ പോലെ ചെടിയൊക്കെ വെക്കാനുള്ള പ്ലാന്റർ. ഇതാണ് സാധനം. ഇതെനിക്കൊരു $20 കിട്ടിയത്. ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നു, വലുതുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു. എനിക്കൊന്ന് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മളിത് ഹോം ഡിപ്പോയിലൊക്കെ വാങ്ങുകയാണ്, ഹോം ഡെക്കോർ ഐറ്റംസ് വിൽക്കുന്ന ഈ ഹോം സെൻസ് പോലത്തെ കടകളിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഒബ്വിയസ്ലി കുറച്ചുകൂടി വിലയാവും, $40 ആവും. പക്ഷെ എനിക്കിതൊരു $20 വർത്താണെന്ന് തോന്നിയോണ്ടാണ്. ഇത് പുതിയതാണ്, യൂസ്ഡ് അല്ല, അത് വാങ്ങിച്ചത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ഈ തവണ വാങ്ങിച്ച മിക്ക സാധനങ്ങൾ ഈ ആൻറ്റിക് പഴയ സാധനങ്ങളാണ്. പഴയ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണല്ലോ ഫേസ്ബുക്ക് മാർക്കറ്റ്, പഴയ സാധനം. അപ്പം ഇത് ആൻറ്റിക് പീസ് ആണെങ്കിലും ഇത് ജസ്റ്റ് $12 ആയുള്ളൂ. അവർ പഴയത് വാങ്ങിച്ചിട്ട് ചെറിയ ഡെക്കോർ ഐറ്റംസ് ഇതൊക്കെ അവർ ചെയ്തതാണ് ഈ ഒരു പീസിൽ. എന്നിട്ട് എനിക്കൊരു താങ്ക് യു നോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. നല്ല സൂപ്പറായിട്ടാണ് അവർ പാക്ക് ചെയ്ത് തന്നത്. അപ്പോൾ തന്നെ ഒരു ബിസിനസ് പോലെ ചെയ്യുന്നു എന്നാണ് എനിക്ക് അവരുടെ പേജിൽ പോയപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഇതെനിക്ക് മണി പ്ലാന്റ് വെക്കാനാണ്. ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഡെക്കർ ചെയ്തിട്ട്. നിങ്ങൾ കാണാൻ പോകുന്ന മിക്ക ഐറ്റംസും ഈ ആൻറ്റിക് കളേഴ്സ് ഉള്ളതായിരിക്കും. ഇനി അടുത്ത സാധനം ഇങ്ങോട്ട് വാ. ഇനി അടുത്ത സാധനത്തെ ഈ ഒരു ഹോം ഡെക്കോർ പീസാണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവർ നാട്ടിൽ നിന്ന് വലിയൊരു കൊട്ടാരം പോലത്തെ വീടാണ്. ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് അവർ വാങ്ങിച്ചത് നാട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. അപ്പം ഒരു വർഷങ്ങളായി ഉപയോഗിച്ചിട്ട്. ഇത് പെയിൻറ്റ് പോയതല്ല, ഇതിൻ്റെ റസ്റ്റിക് എന്താ പറയുന്ന എന്തോ ഒരു പേര് ഇതിന് പറഞ്ഞായിരുന്നു. ആ പേരുള്ള ഐറ്റമാണ്. എന്ന് വെച്ചാൽ പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇത് ആ ഒരു ലുക്ക് തരാൻ വേണ്ടിയുള്ളതാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ തുറന്ന് അതിൻ്റെ അകത്ത് വലിയൊരു വിൻഡോയാണ്. വലിയൊരു മിററാണ് ഹോം ഡെക്കോറായിട്ട്. അപ്പോൾ അത് നല്ല സൂപ്പർ പീസായിട്ടാണ്. ഇത് യൂസ്ഡ് ഐറ്റമാണ്. ഇത് യൂസ്ഡ്, റീഫർബിഷ്ഡ് നമ്മൾ കണ്ടു, ന്യൂ കണ്ടു. ഇനി ഒരു ഐറ്റം കൂടിയാണ് ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇതെല്ലാം ഞാൻ വാളിൽ ഇന്ന് തന്നെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് വേറെ കാണിച്ചു തരാം ഞാൻ. അത് ഞാൻ ഇതെടുത്ത് വെച്ചു. പിന്നെ കൂടാതെ എൻ്റെ കസിൻ സിസ്റ്റർ ഒരെണ്ണം, അവള് കടയിൽ നിന്ന്, ഞാൻ കുറച്ച് ദൂരമാണല്ലോ, ഇതെല്ലാം നമ്മുടെ ലോക്കാലിറ്റിയിൽ തന്നെ കിട്ടണമെന്നില്ല. അപ്പം പല സ്ഥലത്തൊക്കെ ആയിരിക്കും. ഞാൻ ഇതും 3 വാങ്ങിച്ചത് നമ്മുടെ വുഡ് സ്റ്റോക്ക്. ഇത് ആക്ച്വലി ലണ്ടൻ നിന്നാണ്. ഇത് ലണ്ടൻ ഒണ്ടാരിയോ എന്നാണ് വന്നത്. അച്ചാച്ചൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തു വിട്ടു. ഇത് 2 നമ്മൾ വുഡ് സ്റ്റോക്കിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇനി ഒരെണ്ണം ഹാമിൽട്ടൺ എന്നാണ്. ആക്ച്വലി അത് അവിടെ എനിക്കൊരു കസിൻ ഉള്ളതുകൊണ്ട് അവൾ പോയി വാങ്ങിച്ച് അവിടെ വെച്ചു. അതിനിപ്പോൾ 2 ദിവസത്തിൽ അതും വരും. അത് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഫ്രെയിമാണ്, ആൻറ്റിക്കിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. അതിൽ ഗ്ലാസ് ഇല്ല. അപ്പം ഞാൻ വേറൊരു DIY ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധിക്കുകയാണെങ്കിൽ അതിൽ ചെയ്യും. ഇനി ഒരു ഐറ്റം കൂടി ഞാൻ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ലൈറ്റ്.
ഇതാണ് അടുത്തൊരെണ്ണം. ഇത് 2 പീസ് വരുന്നുണ്ട്. $30 ഇത് യൂസ്ഡ് ഐറ്റം ആണ്. $30. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഡെക്കോർ ചെയ്യാനാണ്. 2 എണ്ണം താഴെയും മുകളിലായിട്ട് ഒരു മിററിൻ്റെ ഒരു ഇന്ത്യൻ ടച്ചൊക്കെ ഇതിന് വരുമല്ലോ, ഒരു നോർത്ത് സ്റ്റൈലിലെ ഇന്ത്യൻ ടച്ചൊക്കെ വരും. ഇത് $30. അപ്പം ഇതിന് 30, പിന്നെ ഒരു 12, 42 പ്ലസ് ഒരു 20, അപ്പം എത്ര വരും? 62 അല്ലേ? 62 പ്ലസ് ഇത് അത് 40. 102. സോറി ഗൈസ്, $100 അല്ല, ഇപ്പോൾ ലിറ്റിൽ $2 കൂടുതലൊന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കോർ ചെയ്യാം. ആദ്യം നമുക്ക് ആണി അടിക്കാൻ അളിയനെ വിളിക്കണം. അച്ചാച്ചൻ അടിക്കോ? അല്ല, അച്ചാച്ചൻ 1/2 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന അളിയൻ 5 മിനിറ്റ് കൊണ്ട് ആണി അടിച്ച് ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരും. അതുകൊണ്ട് ഞാൻ അളിയനെ വിളിക്കാൻ പറ്റത്തി. വിളിക്കട്ടെ? അളിയ മേലെ നാട്ടിലെ അമ്മയായിട്ട് ഫോണിൽ സംസാരിക്കാം. ബംഗളൂർക്ക് ഇവിടെ വന്നതിന്റെ വീഡിയോ ചെയ്തില്ലല്ലോ ഒന്ന്. എങ്ങനെ വന്നു, എപ്പോ വന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അത് ഒരു ഷോർട്ട് സ്റ്റോറി ഷോർട്ടായിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. കാരണം ഇത് പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ നാട്ടിൽ കാനഡ വന്നപ്പോൾ തൊട്ടേ നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് അവസാനം ഇങ്ങനെ ഒരു ഉരുണ്ട പരുവത്തിൽ എത്തിച്ചത്. അത് ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് പറഞ്ഞായിരുന്നു. ആണി അടിച്ചിരുന്നു. എന്തെടുക്കണം? ഡ്രില്ലും ആണിയും. പണിക്കാരൻ അളിയൻ. ഡ്രില്ലും വേണം, മറ്റേ സ്ക്രൂ തിരിയുന്ന. ആണ് നമ്മള് കയറി വരുന്ന എൻട്രി വേയിൽ തൂക്കാൻ പോകുന്നത്. സെറ്റായോ? വീഴോ? ഇല്ല, ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ഡെക്കർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹെവി പീസാണ് ഈ കാണുന്ന സാധനം. ഈ ഒരു വാളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറിന്ന് കയറി വരുന്നിടത്താണ് വെച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾ ഡെക്കർ. അതിന് താഴെ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റർ, ചെടി വയ്ക്കുന്ന ഒരു പ്ലാന്ററും ഞാൻ വാങ്ങിച്ചതാണ്. പ്ലാന്റർ ഇതാ ഇവിടെ ഇങ്ങനെ. ഇതൊരു ലില്ലി, ഇത് ലില്ലി പ്ലാന്റാണ്. ഞാൻ ഡയറക്റ്റ് പ്ലാന്ററിലോട്ട് വെച്ചില്ല, പകരം ഞാനൊരു ചെടിയിൽ വേറൊരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഇറക്കിയാണ് വെച്ചത്. ആൻഡ് അത് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയത്തില്ല. ആൻഡ് ഈ ഒരു സാധനം സ്റ്റീലിലാണ്, അത് പെട്ടെന്ന് ചീത്തയാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സെറാമിക്കിലുള്ള ഒരു പ്ലാന്ററിൽ വെച്ചിട്ട് ഇതിലോട്ട് ഇറക്കി വെച്ചത്. അത് ഗ്രീൻ കളർ ആയതുകൊണ്ട് വെളിയിൽ അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. അപ്പം ഇത് രണ്ടും പിന്നെ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ആ റീഫർബിഷ്ഡായിട്ട് അവർ തന്നില്ലായിരുന്നോ, അവർ വാങ്ങിച്ച് ഡെക്കോർ ചെയ്ത ഇതൊരു പ്ലാന്ററാണ്. ഞാൻ എന്താ മണി പ്ലാന്റ്. ഇത് സെയിം ആണ്. ഞാൻ വേറൊരു ഇതിൻ്റെ അകത്താണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ബിക്കോസ് അതിൽ വെള്ളമാക്കി നശിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട്. അതും അറിയില്ല, അതൊരു ഗ്ലാസ് ആയതുകൊണ്ട് അറിയില്ല. ഇത് സെയിം ആ ഒരു ആൻറ്റിക് പീസിൽ വരുന്നതാണ്. പക്ഷെ ഞാനിതൊരു ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് 2 ഡക്കുണ്ട് ത്രിഫ്റ്റ് സ്റ്റോറിൽ. ഇത് അച്ചാച്ചൻ്റെ പപ്പയാണ്. ഡെക്കോർ 2 പീസ് മിറർ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഡെക്കോർ ചെയ്തു. ഇത് നമ്മുടെ ബാക്ക് യാർഡിലോട്ട് പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ 2 എണ്ണം ഒരു ചെറിയൊരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിങ്ങനെ ഇവിടെ വെച്ചു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ ഇത് ഇത്രയാണ് എൻ്റെ ഫേസ്ബുക്ക് മാർക്ക് ഫൈൻഡ്. കുറേ നാളിന് ശേഷം ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് കൂടി സാധനം വാങ്ങിച്ചത് ഈ ഇടയ്ക്ക്. ഇപ്പം ഇത് ഇത്രയാണ്. ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഫേസ്ബുക്ക് മാർക്കറ്റിൽ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആളെ കാണണമെന്നില്ല. ചിലവർ അവരുടെ വീടിന് വെളിയിൽ വെച്ചിട്ട് പോകും. നമ്മൾ പൈസ അവരുടെ കാർപ്പറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേ മെയിൽ ബോക്സിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് നമ്മൾ സാധനം എടുത്തിട്ട് വരും.
വരും, ഒരു വിശ്വാസം. പിന്നെ ചിലവർ ഇൻട്രാക്ട് ചെയ്തിട്ട് അവർ ഹോൾഡ് ചെയ്ത് വെക്കും, അവർ പോർച്ച് വെച്ചിട്ട് പോകും, നമ്മൾ എടുത്തിട്ട് വരിക. ചിലവർ ഡയറക്റ്റ് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, നമ്മുടെ ഇത് വാങ്ങിച്ച് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് നിങ്ങളെല്ലാം കാണിക്കാൻ നേരത്തിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടും വരുന്നവരേക്കും ബൈ ബൈ.